പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും
നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ ഡ്രസ്സുകളെ ആശീർവദിക്കുന്നു. നീ ഇന്ന് കർത്താവ് തന്നെ നീ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ ആരോഗ്യത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവപൈതലെ നീ പോകുന്നു. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടങ്ങ് കേട്ടതാണ്, ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നോട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഇദ്ദേഹത്തിന് കുറേ പൈസ ഒരു നിർമ്മിതാവ് XY ആരോ കൊടുക്കാറുണ്ടായി. അപ്പോൾ ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ്, അത് ഞാൻ വാങ്ങിച്ചു തരാം. അപ്പം അത് പകുതി 50-50 ആണ്. അപ്പം എനിക്ക് കിട്ടാക്കിടന്ന കാശാണ്, അത് ഇത്തിരിങ്ങനെ കിട്ടിയാത്തത് നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണ്ണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായ സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ മെഷീനറി ഉപയോഗിക്കും. അതൊന്നും നമുക്ക് ആശാസ്യമല്ല, അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ. പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്നിട്ട് നീ പൈസ വാങ്ങിച്ചോ, പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ഗുണ്ടയെ കാണും, പറഞ്ഞ് നീ ആ പൈസ വാങ്ങിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു. അതാണ് വിഷയം. ആ 50-50 പറഞ്ഞതിൻ്റെ 50 ഗുണ്ടായിസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത്, മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ്. ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലോണം അറിയാൻ വരും. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യണത് ആദ്യം അവൻ്റെ കാര്യം, അതിനുശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണോ ആ ജോലി എടുത്തത് അവൻ്റെ കാര്യം സെക്കൻഡ്. അപ്പോൾ ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാം, ഈ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവരാജ്യത്തെയും അങ്ങനെ അത് മനസ്സിലാക്കണേ. 6:33
നിങ്ങൾ ആദ്യം അവിടുത്തെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉടമ്പടിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിന്റെ കാര്യം. ചില പറയും അടയാളം കാണട്ടെ, ജോലി കിട്ടട്ടെ, വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത് പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ്. ഈ സ്വയം ഗുണ്ടയായി ദൈവത്തിന്റെ സന്നിധിയിൽ അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ അറ്റ് എനി കോസ്റ്റ് ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിന് തീരുമാനം ആദ്യം ഉണ്ടാക്കണം. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് അനുവദിച്ചു തന്ന ഈ ഇടത്തിൽ മരിയൻ ഗാർഡനിൽ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പേറി അമ്മയുടെ മക്കളായ നമ്മൾ ഈ മരിയൻ പ്രത്യക്ഷീകരണ മണിക്കൂർ അനുസ്മരിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന വലിയ മണിക്കൂറാണിത്. സ്വർഗം താഴെ ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയെ ലോകത്തിന് കൃപാസനത്തിലൂടെ വെളിപ്പെടുത്തിയ സുദിനം. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനിലൂടെ വലിയ ദൈവിക സന്ദേശം, ദുരന്തമുണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയ ഈ വാർഷിക അനുസ്മരണ ദിനത്തിൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ലോക ജനത മുഴുവനെയും നമുക്ക് ഈ അൾത്താരയിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ മരിയൻ പ്രത്യക്ഷീകരണത്തിന് ദൈവം ഈ കൃപാസനം എന്ന ഇടത്തെ തിരഞ്ഞെടുത്തതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ മരിയൻ ഉടമ്പടി എന്ന വലിയ പദ്ധതിയിൽ നമ്മളെയും പങ്കുകാരാക്കിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം. വിശുദ്ധനായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനിലൂടെ ഈ ഒരു വലിയ മരിയൻ പ്രത്യക്ഷീകരണം സംഭവിക്കുവാൻ ദൈവപിതാവ് മനസ്സായതിനെ പ്രതി നമുക്കൊരു നിമിഷം ഹൃദയത്തിൽ നന്ദി പറയാം. വലിയ ദൈവിക മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ ഈ സമയം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷയായ കൃപാസനം അൾത്താര മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ആലയത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്ത മുഖങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിക്കാം. മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ശോയെ കൃപാസനത്തിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകളുടെ യോഗ്യതയാൽ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യേ സ്വർഗം ഈ ഭൂമിയെ തൊട്ട ആ നിമിഷത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നീ ഈ സമയം മധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ വൻ കൃപകൾ ഈ ആരാധനാ മണിക്കൂറിൽ സ്വർഗത്തിൽ നിന്ന് പൊഴിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശോയെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സാക്ഷ്യമായി ഈ ലോകത്തിൽ പ്രശോഭിക്കുവാൻ, ക്രിസ്തുവാകുന്ന വെളിച്ചം എല്ലാവരിലേക്കും കൈമാറുവാൻ, മരിയൻ ഉടമ്പടി പോരാളികളാകുവാൻ, ക്രിസ്തു രഹസ്യം, പെസഹാ രഹസ്യം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുവാൻ ഈ ആരാധനാ സമയം അങ്ങയുടെ മക്കളെ പ്രത്യേകമായിട്ട് നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. വലിയ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മുഴുവൻ മക്കളെയും, നാളിതുവരെ 2015 മുതൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ സമയം നമുക്ക് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശോയെ, ഓരോ മക്കളെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി
ശക്തമായി നന്ദിയോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രീ ആരാധന യോഗ്യയാ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി കൃപാസനം അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദൈവം വരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനം മശിഹാ. ഹല്ലേലൂയ, 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 സൈന്യമായി വരും തൻ പ്രിയ സുതരെ തന്നോട് ചേർക്കാൻ വേഗം വരും യേശു മശിഹാ. സൈന്യമായി വരും സുതരെ തന്നോട് ചേർക്കാൻ വേഗം വരും യേശു മശിഹാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ശാന്തമായി ആയിരിക്കാം. ഈ വലിയ പ്രത്യക്ഷീകരണ വാർഷിക ആരാധന മണിക്കൂറിൽ, വലിയ കൃതജ്ഞതാ സമർപ്പണ ആരാധനയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം. ഒരുപാട് മക്കൾ ഈ സമയം ഈ ആരാധന മണിക്കൂറിൽ ഇവിടെ ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞ് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെയാണ് ദൈവപിതാവ് ഈ സമയം ഈ ആരാധന മണിക്കൂറിലേക്ക് വിളിച്ചത്. നമുക്ക് ഹൃദയത്തിൽ വലിയ സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. വലിയ ദുരന്തമുഖങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഉടമ്പടി വഴിയായി ഭവനങ്ങളിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ നൽകിയ വലിയ കൃപകൾക്കുള്ള നന്ദി കൂടിയാണ് ഈ വലിയ ആരാധന. ലോകത്തിൻ്റെ അതിർത്തികളൊക്കെയും ഈ പരിശുദ്ധ അമ്മയുടെ മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലങ്ങൾ പേറുന്ന വലിയ ഒരു ലോക ജനത നമ്മുടെ ഈ നാട്ടിലുണ്ട്, ലോകം മുഴുവനുമിലുമുണ്ട്. അവരുടെയൊക്കെ നന്ദിയോട് ചേർത്ത് ഓൺലൈനായി ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെയും ജീവിത വിഷയങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ വലിയ മരിയൻ പ്രത്യക്ഷീകരണത്തിനായി ദൈവപിതാവ് തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രതി നമുക്കൊരു നിമിഷം ദൈവപിതാവിന് ദിവ്യകാരുണ്യ ആരാധനാ മധ്യേ നന്ദി പറയാം. ഈശോയെ, ഇനിയും ഇനിയും ഞങ്ങളുടെ ആലയത്തിന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലങ്ങൾ മരിയൻ ഉടമ്പടി എന്ന പോലെ പുതിയ പുതിയ ശുശ്രൂഷ മേഖലകൾ വെളിപ്പെടുത്തി കിട്ടണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. 2014 പരിശുദ്ധ അമ്മ അന്ന് പറഞ്ഞതുപോലെ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും ഈശോയെ പ്രത്യേകമായിട്ട് നടപ്പിൽ വരുവാൻ കൃപയാകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെയും കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വിവിധ ജീവിത അവസ്ഥകളെയും വിവിധ ജീവിത ദുരന്ത അവസ്ഥകളെയും ഈ പ്രത്യേകമായിട്ട് ഈ പ്രത്യക്ഷീകരണ നന്ദി ആരാധനാ മണിക്കൂറിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം ഒരുപാട് സന്തോഷിക്കുന്നൊരു സമയമാണിത്. കാരണം പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനനം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രക്ഷകൻ്റെ പിറവിക്ക് വേണ്ടിയിട്ടായിരുന്നു. വാഗ്ദാനപ്രകാരം ദൈവപിതാവ് നമുക്ക് കൽപ്പിച്ച് നൽകിയ ആ ഒരു രക്ഷ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം നടക്കുന്നത്. പരിശുദ്ധ അമ്മയ പേറിയ ആ വലിയ ദൗത്യം ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് തുടരുന്ന വ്യക്തികളാണ് ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയെ ഈ സമയം ഈ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിൽ നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് പുതുക്കി പ്രാർത്ഥിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയിലെ 6 നിബന്ധനകൾ പാലിക്കുന്നതിൽ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടോ? എൻ്റെ മനോഭാവങ്ങൾ മൂലം, എൻ്റെ വ്യക്തിപരമായ അലസത മൂലം ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച്
ദൈവകൃപകൾ എന്നിലേക്ക് ഒഴുകുവാൻ ഞാൻ തന്നെ തടസ്സമായി എടുത്തിട്ടുള്ള എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ നിലപാടുകൾ, അതൊക്കെ തിരുത്തുവാനായിട്ട് നമുക്ക് ഈ ആരാധന മണിക്കൂറിൽ പ്രത്യേകമായിട്ട് ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഒരു പുതു ചൈതന്യം, പുത്തൻ അഭിഷേകം ഈ ആരാധനയിലൂടെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷ്യമായി ലോകം മുഴുവൻ പ്രശോഭിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരൊറ്റ ആരാധനയുടെ യോഗ്യതയാൽ ഇന്ന് കണ്ണുനീരോട് കൂടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് നൊമ്പരങ്ങൾ പേറി ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ, കൃപാസനത്തിൽ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലകളുടെ യോഗ്യതയാൽ, റാലിയുടെ യോഗ്യതയാൽ, ലോകം മുഴുവനും നടക്കുന്ന അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനകളുടെ യോഗ്യതയാൽ, കൃപാസനത്തിൽ തന്നെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകളുടെ യോഗ്യതയാൽ പ്രത്യേകമായിട്ട് എല്ലാ മക്കളുടെയും വിഷയങ്ങളെ ഈ ആരാധനയിലൂടെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. ഞാൻ അവരെ സന്തോഷിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കും. അതെ, പരിശുദ്ധ അമ്മ ഈ ആരാധനയിൽ നമ്മളെ സന്ധിക്കാൻ ഒരുക്കമാണ്. ഒന്ന് മാത്രം, യോഹന്നാൻ 2:5 തിരുവചനമനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ, നമ്മുടെ ജീവിതമെന്ന് ക്രമപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം. പുറകെ കൃപയും നമ്മളെ തേടിയെത്തും. അനുഭവം നമ്മളെയും തേടിയെത്തും. സാക്ഷികളാക്കി ദൈവപിതാവ് നമ്മളെയും ഈ അൾത്താരയിൽ ഉയർത്തും. 2:30 മണി സമയത്തോടടുക്കുന്ന ഈ സമയം പ്രത്യേകമായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ മംഗളവാർത്ത സന്ദേശം സ്വീകരിച്ചപ്പോൾ എടുത്ത ഒരു ജീവിത നിലപാടുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ദൈവമാതാവിൻ്റെ ഉദരത്തിലാണ് രക്ഷകൻ വന്ന് പിറക്കുന്നത്. നമ്മളും ഒരു മരിയൻ ഉടമ്പടി സമർപ്പണ ജീവിതത്തിലാണ്. പക്ഷേ പലതും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം അത് എന്താണോ അത് ഞാൻ വച്ചിരിക്കുന്ന ജീവിത വിഷയങ്ങളുടെ മേൽ, ഞാൻ വച്ചിരിക്കുന്ന ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ പ്രാർത്ഥിക്കാം. അതെ, വചനം വിശ്വസിച്ച പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്ത് പറഞ്ഞു, കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, വചനം കേൾക്കുമ്പോൾ വലിയ ദൈവിക വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സമയം തന്നെ ആമേൻ പറയുവാൻ ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു അഭിഷേകം ഈ ആരാധന മണിക്കൂറിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു.
സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും എൻ്റെ പേര് ഷീബ ജെയിംസ്. ഞാൻ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ അംഗമാണ്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ 5-ാം തീയതിയാണ്. അന്നിവിടെ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഇങ്ങനെ തകർന്ന മനസ്സോടുകൂടി കരഞ്ഞ് ആണ് ആദ്യമായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കണ്ണീരില്ല. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകന്
ജനിച്ച അന്ന് മുതൽ എന്നും അസുഖമായിരുന്നു. അവൻ്റെ പേര് ഇമിനോഫിൻ, മോൻ്റെ പേര്. അവന് എന്നും അസുഖം. ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും. അങ്ങനെ ചെറുപ്പം മുതൽ അസുഖമായി മരുന്നൊക്കെ കഴിച്ച് എപ്പോഴും അവനൊരു ഊർജ്ജസ്വലതയില്ലാതെ ആണ് അവൻ്റെ ഇരിപ്പ്. LKG-യിലൊക്കെ ചേർത്തു, സ്കൂളിൽ ചേർത്തിട്ടും കുട്ടികളുടെ കൂടെ കളിച്ചിട്ടും അവൻ കളിക്കാനൊന്നും പോകാറില്ല. അവനിങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പം മരുന്ന് അതുപോലാണ് ചെല്ലുന്നത്, ഹെവി ഡോസ്. ഭക്ഷണം അധികം കഴിക്കാറില്ല. അപ്പം ഹെവി ഡോസ് മരുന്ന് പോയിട്ട് എപ്പോഴും ഒരു മൂകത പോലെ എവിടെയെങ്കിലും പോയി ഒതുങ്ങി ഇരിക്കും. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എപ്പോഴും കിടക്കും. കളിക്കേണ്ട പ്രായത്തിലൊന്നും അവനധികം ഓടി കളിക്കാറില്ല. അങ്ങനെ 9ാം ക്ലാസ് വരെ അവൻ പഠിച്ചു. 9ാം ക്ലാസ് കഴിഞ്ഞപ്പം 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് SSLC എക്സാം എന്ന വലിയൊരു കടമ്പ വന്നത്. അപ്പോൾ സ്കൂളുകാർക്ക് ബുദ്ധിമുട്ടായി, ഇവനെ എങ്ങനെ എഴുതിപ്പിക്കും. സ്കൂളിൽ എക്സാം എഴുതിപ്പിക്കുന്ന കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളെ അവർ വിളിപ്പിച്ചു. എല്ലാവർക്കും വിഷമമായി. അവസാനം സ്ക്രൈബിനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാമെന്നുള്ള രീതിയിലായി. 10ാം ക്ലാസ്സിൽ സ്ക്രൈബ് എക്സാം എഴുതി അവൻ SSLC പാസ്സായി. അതിനുശേഷം വീട്ടിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യാനും ഒക്കെ മിടുക്കനാണ്. അപ്പം ഞങ്ങളും അവനെ വഴക്ക് പറയാൻ തുടങ്ങി. നീ വീട്ടിൽ മിടുക്കനാണല്ലോ, അപ്പോൾ അതുപോലെ നിനക്ക് പഠിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ എന്ന്. അപ്പം ഞങ്ങളും കൂടി വഴക്ക് പറഞ്ഞപ്പോൾ അവനത് മാനസികമായിട്ട് ഒത്തിരിയേറെ മുറിവുകളുണ്ടാക്കി. അവനത് ഈ അടുത്ത ഇടെയാണ് ഞങ്ങളോടതൊക്കെ പറയുന്നത്. അങ്ങനെ വീണ്ടും +2 കൊണ്ടേ ചേർത്തു. +2 ഇതേ അനുഭവം തന്നെ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ 3 ദിവസമൊക്കെയാണ് അവൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അവസാനം അവിടെയും സ്ക്രൈബ് തന്നെ അവൻ എഴുതേണ്ടി വന്നു. അങ്ങനെ എക്സാമൊക്കെ എഴുതി പാസ്സായി. പിന്നീട് അവന് പഠിക്കണം എന്നില്ല. അവൻ ഞങ്ങളോട് പറയുന്നില്ല, പഠിത്തമൊക്കെ വെറുത്തു, ഇനി ഒന്നും വേണ്ട, ഞാൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നൊരു ഇതായിരുന്നു അവന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കാശുരൂപം പിടിച്ച് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവിനോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇവനൊരു വേദനയായിരുന്നു വീട്ടിൽ, എപ്പോഴും അസുഖം. ഇവനൊന്ന് ചുമച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോവും. എന്തോ അസുഖമാണെന്ന് നമുക്കറിയാം. ഓണത്തിനോ ക്രിസ്തുമസിനോ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല ഭക്ഷണം കഴിച്ച് അവനൊന്ന് ഛർദ്ദിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പനിക്കോള് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, ഞങ്ങളുടെ ഒരു 2 കിലോമീറ്ററുള്ളിൽ ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവരോട് ചോദിക്കാം, പഠിച്ചെഴുതാൻ പറ്റാതെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരം എന്തെങ്കിലും കോഴ്സുണ്ടോ അവന് പറ്റിയത്. അങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ കോളേജിൽ ചെല്ലുവാണ്. കോളേജിൽ ചെല്ലുമ്പം എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്, ചേട്ടനും ഞാനും ഇവനും കൂടി. അവിടെ ചെന്ന് കോഴ്സുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞു. അധ്യാപകരൊക്കെ നന്നായിട്ട് പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ ഇവനോട് അധ്യാപകരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം ഇവനോട് പറയുകയാണ്, മോനെ നിനക്ക് ലാംഗ്വേജ് നിൻ്റെ കയ്യിലുണ്ട്, അപ്പം ഇംഗ്ലീഷ്, മലയാളം, തമിഴ് നന്നായിട്ട് അവൻ കൈകാര്യം ചെയ്യും. അപ്പം മോൻ്റെ കയ്യിൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ, അപ്പം മോന് പറ്റും. മോൻ്റെ അത്രയും കഴിവുകളില്ലാത്ത കുട്ടികൾ പോലും നല്ല മാർക്കോടുകൂടി ഇവിടുന്ന് പാസ്സായിട്ടുണ്ട്. അങ്ങനെ അവനെ എൻകറേജ് ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അധ്യാപകർ അവനോട് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അവനൊരു ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞൊരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇവൻ അതിലങ്ങ് പിടിച്ചു. അപ്പം എനിക്കങ്ങ് വെപ്രാളമായി. ഞാൻ പറഞ്ഞു, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി എഴുതാനുണ്ട്, നിന്നെക്കൊണ്ട് അത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പം അവൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് വിടണം, ബാക്കി മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഒന്ന് പറയാൻ വിട്ടുപോയി. ഈ ഹെവി ഡോസ് മരുന്നൊക്കെ കഴിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ വേദനയ്ക്കിടയിൽ +1 പഠിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇതുപോലെ കൃപാസനത്തിൽ വരാൻ ഞങ്ങൾ 3 മണിക്ക് എണീറ്റ് ഒരുങ്ങി കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഫിക്സ് വന്നു. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അപ്പോൾ അത് വേദനയ്ക്ക് മുകളിൽ വേദനയായി. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹെവി ഡോസ് ഗുളികയുടെ കൂടെ മറ്റേ ഫിക്സിൻ്റെ രാവിലെയും വൈകിട്ടും ഓരോ ഡോസും കൂടി. അപ്പം പിന്നീട് അവൻ സംസാരിക്കാതായി, ആരോടും സംസാരിക്കത്തില്ല. എപ്പോഴും അവൻ എപ്പോൾ ചെന്നാലും റൂമിൽ കയറി അവൻ കിടക്കുന്നതാണ്. വീട്ടിലെപ്പോഴും അവൻ കിടപ്പാണ്. അത് കണ്ടാൽ നമുക്ക് സഹിക്കുകയില്ല, അതുപോലെ ഒരു വിഷമം. അങ്ങനെ അവൻ കോളേജിൽ പോയി അത്യാവശ്യം നല്ല ആക്റ്റീവായി, എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്നു. ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അധ്യാപകർക്കുമൊക്കെ എല്ലാവരോടും എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ കോളേജിൽ പോയി ഒരു ദിവസം ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ട് അവിടെ ഉറക്കം ഇളച്ചതിൻ്റെ അന്നാന്ന് തോന്നുന്നു. അന്ന് രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ വീണ്ടും അവന് ഫിക്സ് വന്നു.
ഫിക്സ് വന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങളെല്ലാവരും അങ്ങ് വിഷമിച്ചിരുന്നു. 2-3 ദിവസമായിട്ടും അവനങ്ങ് അസുഖമൊന്നും മാറുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇവനെയും കൂട്ടി എല്ലാവരുമായിട്ട് കൃപാസനത്തിൽ വന്നു. അവന് നിൽക്കാൻ മേല, കുഴഞ്ഞു പോന്നു. ചേട്ടൻ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അവൻ തന്നെ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. പിന്നീട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എന്നെ ഒക്കെ അതിശയിപ്പിക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പുന്നത് പോലെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇവനെ കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഊർജ്ജം വരാൻ തുടങ്ങി. രാത്രി 9-9:30 ആകുമ്പോൾ എല്ലാവരും കിടക്കാനായിട്ട് റൂമുകളിലേക്ക് പോകുമ്പം ഇവൻ തിരി കത്തിക്കുന്ന റൂമിൽ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലിരുന്ന് സ്വന്തമായിട്ട് ജപമാല ചൊല്ലുക, അവൻ്റേതായ പ്രാർത്ഥനകൾ. രാവിലെ അവൻ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ എല്ലാ പ്രാർത്ഥനകളും നടത്തി. ഒരു 10-10 എപ്പോഴാണ് അവൻ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരുന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ. മാതാവ് അവനെ ചിരിച്ചു കാണിക്കുന്നു. ഒരു വിഷമം വന്നാൽ ഓടിപ്പോയി അവൻ ആ ഫ്രണ്ടിൽ പോയിരിക്കും. അപ്പം ഞാനവനെ വഴക്ക് പറഞ്ഞാലും അവൻ പറയും, എനിക്ക് മാതാവിനറിയാം ഞാൻ ആരാന്ന്, മാതാവിനറിയാം. എന്ത് പറഞ്ഞാലും അവൻ മാതാവിനറിയാം, ഈശോയ്ക്കറിയാം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് ബലപ്പെട്ടു. അതിനുശേഷം 3-ാമത്തെ മാസം പുതുക്കിന് ഇവിടെ വന്നപ്പോൾ അവൻ ഒരു ഷോപ്പർ നിറച്ച് ഗുളികയാണ് അവൻ കഴിക്കുന്നത്. അവന് മൂക്കിനുള്ളിൽ സ്പ്രേ ചെയ്യണം, ഇൻഹീലറുണ്ട്, ഗുളികകളുണ്ട്. ഒരു കെട്ട് നിറച്ച് അവൻ ഞങ്ങളുടെ ബാഗിനൊപ്പം അവൻ ആ കെട്ടും എടുത്തു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ ഈ മാതാവിനോട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ഈ മരുന്ന് കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗുളികകളെല്ലാം ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് പിന്നീട് അവനത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവൻ്റെ ഈ അസുഖവും ഇവൻ്റെ ആ ഫീലിങ്സൊക്കെ കണ്ടിട്ട് വിഷമം തോന്നി. അന്നേരം ഇവൻ പറഞ്ഞു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഇവൻ അൾത്താര ശുശ്രൂഷയാണ് പള്ളിയിൽ. ഞാൻ ഈ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീണ് മരിച്ചാൽ ഈശോയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ? അമ്മയ്ക്കും ഒത്തിരി സന്തോഷമാണ്, നമുക്ക് എല്ലാവർക്കും. അതിൽ വരെ ഒരു നല്ല മരണമുണ്ടോ അമ്മേ എന്ന് ചോദിച്ചാൽ പിന്നീട് അവൻ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ സംസാരിച്ചപ്പോൾ ഞാൻ ഒരമ്മയെന്നുള്ള നിലയിലുള്ള എൻ്റെ വേദനകളെല്ലാം പോയി. ഇപ്പോൾ എനിക്ക് അവനെ ഓർത്തൊരു വിഷമവുമില്ല, പപ്പായ്ക്കുമില്ല, ഞങ്ങൾക്ക് ആർക്കും അവനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. അവൻ ചുമച്ചാലോ അവൻ എന്ത് അസുഖം വന്നാലും ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. ഇപ്പം അവൻ അമ്മയുടെ കരങ്ങളിലാണ്. അമ്മയാണ് അവനെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം +2-നും 10ാം ക്ലാസ്സിലും സ്ക്രൈബ് എഴുതിയതുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ ഞാൻ ഇത്തവണ പരീക്ഷ എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും അവൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവൻ എഴുതി. അവൻ്റെ ആഗ്രഹപ്രകാരം മാതാവിനോട് പറഞ്ഞതുപോലെ മാതാവ് അവനെ കൊണ്ട് ആ പരീക്ഷ എഴുതിപ്പിച്ചു. അതുപോലെ തന്നെ അവൻ്റെ കോൺഫിഡൻസ് ലെവല്, അവനെ സംസാരിക്കും, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ എന്താടാ നിനക്ക് വയ്യേ, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ പറയാം, അത് മാതാവ് നോക്കിക്കോളും, ഈശോ നോക്കിക്കോളും, അമ്മ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് അവൻ്റെ. പണ്ട് ഇവൻ അങ്ങനെ ആയിരുന്നില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ദിവസങ്ങളൊക്കെ എനിക്ക് മൈഗ്രെയിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടിയെ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള തലവേദന ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിന് പോയതിന് ശേഷം അതെപ്പോഴാണ് വിട്ടുപോയതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അതുപോലുള്ളൊരു തലവേദന വന്നിട്ടില്ല. എനിക്ക് ഉപവാസം എടുത്താലോ അല്ലെങ്കിൽ അങ്ങനെ വിശന്നിരുന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. 15 വർഷം പഴക്കമുണ്ടായിരുന്നു. അത് മാതാവ് എനിക്ക് മാറ്റിത്തന്നു. അതുപോലെ ഞങ്ങളുടെ വീടൊരു കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പോൾ 19 വർഷമായിട്ട് അവിടെ ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങളൊരു ഊടുവഴിയിൽ കൂടിയാണ് കയറി പോകുന്നത്. കുടയൊക്കെ പിടിച്ചുകൊണ്ടൊന്നും, നമുക്ക് മഴയത്ത് കുട പിടിച്ചുകൊണ്ടൊന്നും നടക്കാൻ പറ്റാത്ത ഒരു ഊടുവഴി. അപ്പോൾ അതങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പല സാക്ഷ്യങ്ങളിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഉപ്പ് വിതറി കാശുരൂപം കൊണ്ടേ കുഴിച്ചിട്ടു, അപ്പോൾ നമുക്ക് വഴി ലഭിച്ചു എന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞാൻ എൻ്റെ വഴിയിലുടനീളം ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ജോലിക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് പോയി. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു കാശുരൂപം ആ പോകുന്ന വഴിക്ക് കല്ലുകളൊക്കെ ഇളക്കി കിടന്നു. അതിനിടയിലോട്ട് ആ കല്ലുകൾക്കിടയിൽ നിക്ഷേപിച്ചിട്ട് വേറൊരു കല്ലെടുത്ത് അടച്ചു വെച്ചു, ആരും ചവിട്ടാതിരിക്കാൻ. അങ്ങനെ പോയി ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു. രാത്രിയായപ്പം പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു മഴയും ഒരു വെള്ളപ്പൊക്കവും. അത് കുമ്മളി വനത്തിനുള്ളിൽ എവിടെയോ ഉരുൾ പൊട്ടിയിട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം മഴക്കാലമൊന്നും അല്ല. അങ്ങനെ ഉരുൾ പൊട്ടി വന്ന് ഞങ്ങളുടെ ആ ഉള്ള നടപ്പാലവും കൂടെ പോയി. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയാം, മാതാവേ ഞാൻ നിന്നോടൊരു വഴി ചോദിച്ചപ്പോൾ നീ എൻ്റെ ഉള്ള വഴിയും കൂടി കളഞ്ഞോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വഴിയും എല്ലാം നമുക്ക് കയറിപ്പോകുന്ന കുറേ ദൂരമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വളഞ്ഞു നിൽക്കുന്നു. ഭയങ്കര അപകടം പിടിച്ച സാഹചര്യമാണ് അവിടെ. അങ്ങനെ പിറ്റേന്ന് പൊതു അവധിയായിരുന്നു. പലരുടെയും വീടുകളിൽ വെള്ളം കയറി ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റോഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ MLA അവിടെ നമ്മളെ കാണാൻ വരുന്നു. അവരുമായിട്ടിങ്ങനെ മനുഷ്യരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ ജനം നിൽപ്പുണ്ട്. മനുഷ്യരുമായിട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ട് റോഷി അഗസ്റ്റിൻ MLA അതിലേക്ക് കടന്നു പോകാൻ യാദൃച്ഛികമായിട്ട് വന്നതാണ്. വന്ന് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഉടനെ ഞങ്ങളുടെ വഴിയുടെ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ആ റോഡ് വെട്ടാനുള്ള തീരുമാനമായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടം വരെയും വഴി വെട്ടിയിട്ടിരിക്കുന്നു. അതിന് കോൺക്രീറ്റ് ചെയ്യോ ടാർ ചെയ്താലോ മതി. ഒരു പാലം പണിയേണ്ടതായിട്ട് മാത്രം അതങ്ങനെ നിൽക്കുവാണ്. അപ്പം നമുക്ക് തകർച്ചകൾ വരുന്നത് പോലും നന്മയ്ക്കായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമുക്ക് കുട പിടിച്ച് കയറിപ്പോകാം. ഞാൻ ഞങ്ങളുടെ BRCക്ക് കീഴെ നമ്മുടെ ഹിന്ദി കുട്ടികളുടെ അന്യസംസ്ഥാന കുട്ടികളുടെ വോളണ്ടിയറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് തന്ന ജോലിയാണ്. അതിനധികം ശമ്പളമൊന്നുമില്ല, എങ്കിലും ഒരു വരുമാനം എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൊറോണയായി. അപ്പം കൊറോണ സമയത്ത് ഞാൻ ശരിക്കും പഠിച്ചത് എനിക്കറിയാവുന്ന ഫാഷൻ ഡിസൈനിങ് ആണ്. വെഡ്ഡിങ് സാരിയിലൊക്കെ വർക്ക് ചെയ്യാനാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഞാനൊരു സ്കൂളിലേക്ക് ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ, എന്തെങ്കിലും ഒന്ന് പഠിക്കണം, ടീച്ചിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് TTC NTTCയും ചെയ്തു. അങ്ങനെ ചെയ്ത് അതിനുശേഷം കോഴ്സൊക്കെ കംപ്ലീറ്റായി എക്സാമൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് വരാൻ താമസിച്ചു. ഞാൻ സാധാരണ പോലെ കൊറോണ കാലം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത കൊരിയർ വരുവാണ് സ്കൂളിലേക്ക്. സ്കൂളിൽ കൊരിയർ വന്നു. അങ്ങനെ എൻ്റെ ആ മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ സാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പോയി അംഗൻവാടിയുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഏജ് ഓവറൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ജോലി എന്നോർത്തു. സാർ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഞാൻ പോയി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നത്. 7ാം റാങ്കിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ പേരിങ്ങനെ ഇടിച്ച് നിൽക്കുകയായിരുന്നു ആ ജോലിക്ക്. എനിക്കറിയില്ല, ഇവനും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സ്ഥിരം ജോലിയെന്ന്. അങ്ങനെ ഒരു ഓർക്കാപ്പുറത്ത് എനിക്ക് സ്ഥിര നിയമനം കിട്ടി. ഒക്ടോബർ 14-ാം തീയതി ഞാൻ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്തു അംഗൻവാടിയിൽ. അങ്ങനെ പിന്നെയും ഉണ്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. 6 നിയോഗങ്ങളാണ് എഴുതേണ്ടതെങ്കിലും എനിക്ക് 6 അല്ല, 600 അല്ല, 6000 അല്ല. ഒരു ദിവസം ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളുടെ ഒരു പേമാരി എന്ന് പറയാം, അതുപോലെ എനിക്ക് അനുഗ്രഹങ്ങളാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പം എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും 9 കിലോമീറ്റർ അപ്പുറയാണ് ഇടവകപ്പള്ളി. അപ്പോൾ ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ചൊവ്വായും വെള്ളിയുമുള്ള വൈകുന്നേരത്തെ കുർബാന ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് പോയി ആ വിശുദ്ധ കുർബാന നിത്യാരാധന ചാപ്പലിൽ പോയി ഇരുന്ന് ഈശോയുടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പ്രതിസന്ധികൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ചുറ്റുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈശോയോട് പറയും, എൻ്റെ പ്രതിസന്ധികളാകുന്ന ശത്രുക്കളെ നിൻ്റെ പാദത്തിന് കീഴിലാക്കുവോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നെപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധിയിൽ ഉടമ്പടി ജീവിക്കുന്ന ഒത്തിരിയേറെ പേര് വരുന്ന സ്ഥലമാണ് കൃപാസനം. ആ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് വിളമ്പുന്ന മേശയിൽ നീ വിളമ്പുന്നുണ്ടല്ലോ ഈശോയെ, അതിൽ നിന്ന് താഴെ വീഴുന്നതൊക്കെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഞാൻ എന്നാലും നിന്നെ ഈശോ മാതാവിനെയും വിട്ട് ഞാൻ പോകത്തില്ല എന്നെപ്പോഴും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു വിഷമങ്ങൾ കൂടുമ്പോൾ. പക്ഷെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും വരുമ്പോൾ എൻ്റെ വേദനകൾക്കൊക്കെ കുമ്പസാരക്കൂട് വരെയുള്ള ദൂരമേ ഉള്ളൂ. കുമ്പസാരക്കൂട്ടി പോയി ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് കരഞ്ഞു കഴിയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ പഴയ ആളാവും. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഒക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ കിട്ടുന്ന പത്രങ്ങൾ വാങ്ങി എസ്റ്റേറ്റ് മേഖലകളിലേക്ക് പോകും. കൂടുതൽ തമിഴ് പത്രങ്ങളാണ് ഞാൻ വാങ്ങുന്നത്. എല്ലാവർക്കും കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ പത്രങ്ങൾ കൊണ്ടു കൊടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കുറച്ച് പേര്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ 18 വർഷമായിട്ട് കാറ്റഗിസം ടീച്ചറാണ്. 20 വർഷമായിട്ട് ഞാൻ കൊയറിലുണ്ട്. അപ്പോൾ എപ്പോഴും ദേവാലയത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീനേജിലെ കുട്ടികളും അവരുടെ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ വേദനിക്കുന്നവരെ കേൾക്കാൻ കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വിളി അതാണെന്ന്. ഒത്തിരിയേറെ പേരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇപ്പം ഞങ്ങൾക്ക് തനിച്ചൊരു പ്രശ്നമില്ല, എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റേതെന്നില്ല. ഞങ്ങളെല്ലാവരും
പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം തിരുവചനം. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ട ഈശോയ്ക്ക് ചുറ്റും നിന്നിരുന്ന ആളുകൾ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വചനങ്ങളാണിവ. അസാധാരണ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുവെന്ന്. ഇവിടെ അമ്മയായ ഷീബയും മകൻ എലിനോറും കൂടി വന്ന് വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവച്ചത്. മകൻ തന്നെ അമ്മ ഇവിടെ പങ്കുവച്ച എല്ലാ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങൾ നാം കേൾക്കുകയായിരുന്നു. ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സങ്കടമായിരുന്നു ഇവർക്ക്. എലിനോർ എന്ന ഈ മകൻ അവനൊരു ചുമച്ചാൽ പോലും അവർക്ക് വലിയ സങ്കടമായിരുന്നു. അവനിനി എന്ത് അസുഖമാണ് വരാനിരിക്കുന്നതെന്ന് ഓർത്ത്. നമുക്ക് മനസ്സിലാക്കാം ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. വളരെ വിശുദ്ധിയോടെ ജീവിക്കുവാനും എന്തു തന്നെ സംഭവിച്ചാലും ഈ അമ്മ മകനെ വളർത്തിയെടുത്തത് ഇനി ഈശോയുടെ അൾത്താരയിൽ കിടന്ന് മരിക്കുന്നതാണ് എൻ്റെ സൗഭാഗ്യമെന്ന് പറയാൻ മാത്രം ഈ അമ്മയ്ക്ക് മകനെ ഉടമ്പടിയിലേക്ക് വളർത്തുവാനും അവൻ സ്വയം വന്ന് ഒരു സ്ക്രൈബിൻ്റെ സഹായത്തോടുകൂടി പരീക്ഷ എഴുതിയിരുന്ന മകൻ ഇന്ന് സ്വയം ഒരു എൻജിനീയറിംഗ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകനാണ്. വളരെയധികം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ കോൺഫിഡൻസോടുകൂടിയാണ് ഇന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ സ്വയമായി ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഫിറ്റ്സ് വന്ന കുട്ടിക്ക് കുടുംബത്തിലുണ്ടാകുന്ന ആശങ്കകൾ. ഈ മകൻ തന്നെ പറയുകയാണ്, എന്നെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മ നോക്കിക്കോളും. കുടുംബം മുഴുവനായും ദേവാലയത്തോട് ചേർന്ന് നിന്ന് കുരുവികളെ പോലെ കൂടുകൂട്ടി അൾത്താരയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഒരു കുടുംബമാണ്. അമ്മ എപ്പോഴും കൊയറിലും ദേവാലയത്തിലെ സംഗീതത്തിലും അതുപോലെ തന്നെ കാറ്റഗിസം കുട്ടികളെ പഠിപ്പിക്കുന്നതിലും ഈശോയെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ വീഞ്ഞ ഒരിക്കലും വറ്റിപ്പോവുകയില്ല, ഇവരുടെ അപ്പക്കലം ഒരിക്കലും കാലിയാവുകയില്ല എന്നുള്ള സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം അരൂപിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അവനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ഡേവിസ്, ഇരിങ്ങാലക്കുട രൂപത, താണിശ്ശേരി ഡോളേഴ്സ് ഇടവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ മീന വർഗീസ്, ഞങ്ങൾ ട്വിൻ സിസ്റ്ററാണ്. ഞാൻ എൻ്റെ രോഗസൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്കൊരു 8 വർഷത്തോളം ശ്വാസതടസ്സവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ഉറക്കക്കുറവും ഉണ്ടായിരുന്നു. അപ്പോൾ HB കുറവാണെന്നാണ് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പറയുന്നത്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, കുറേ മരുന്നുകൾ കഴിച്ചു, ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഞാൻ സ്കൂളിൽ നഴ്സറി ടീച്ചറാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴെല്ലാം ഈ ശ്വാസതടസ്സം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെഞ്ചത്ത് ഒരു കല്ലെടുത്ത് വെച്ച പോലത്തെ അനുഭവമായിരുന്നു. ശ്വാസ തടസ്സമായിട്ട് ഭയങ്കര അധികം പ്രയാസപ്പെട്ടിട്ടാണ് ജോലികൾ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ദൈവമേ, വീട്ടിലത്തെ ജോലിയും സ്കൂളിലത്തെ ജോലിയും എല്ലാം കൂടി മക്കളെ നോക്കണം, ഭർത്താവിനെയൊക്കെ നോക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത്, മാതാവേ എനിക്ക് രോഗസൗഖ്യം തരണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്വിൻ സിസ്റ്റർ വഴിയാണ് ഇവിടെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ട്വിൻ സിസ്റ്ററും വർക്ക് ചെയ്യുന്നത് നഴ്സറി ടീച്ചറാണ്. ഞങ്ങൾ ട്വിൻസാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ട്വിൻസാണ് ഞങ്ങളുടെ ഹസ്ബൻഡ്സും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിൽ ഒരുപോലെ തന്നെ കയറി, അതെല്ലാം ദൈവം ഭംഗിയായി അനുഗ്രഹിച്ചു. അപ്പോൾ ട്വിൻ സിസ്റ്ററുടെ ഒരു ടീച്ചർ വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് രോഗസൗഖ്യം കിട്ടണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് വീട്ടിലത്തെ ജോലികളൊക്കെ നന്നായി ചെയ്യാനായിട്ടുള്ള ഒരു കൃപ തരണേ എന്ന് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ മാറാതെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റി, ദൈവം എന്നെ പോലെ വേദനിക്കുന്ന എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അന്നാട്ടും എനിക്കൊരു കുറവുണ്ടായില്ല. അവസാനം ഞാൻ ഉടമ്പടി എടുത്ത്, ആദ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കത് പറ്റാതെ വരുമോ, എന്നും പള്ളിയിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റാതെ വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി. പിന്നെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഇങ്ങനെ ഒരു മെസ്സേജ് തന്നു എനിക്ക്. നീ ഉടമ്പടിയിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒരു 10 ദിവസം, അങ്ങനെ തന്നെ കൃത്യമായി എനിക്ക് എന്നെ നമ്പർ കിട്ടി, ഒരു 10 ദിവസം നീ അത് വെള്ളത്തിൽ ചാലിച്ച് കുടിക്കുക എന്ന് എനിക്കൊരു മെസ്സേജ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ അതുപോലെ ചെയ്ത് ആ 10
ദിവസം എത്തിയപ്പോൾ തന്നെ, അതായത് കുറേശ്ശെയായിട്ട് ഓരോ ദിവസമായിട്ട് ആ ഗ്യാസിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ശ്വാസതടസ്സം, അതെല്ലാം മാറി. അതുപോലെ തന്നെ അത് രണ്ടും മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്നാലും ഉറക്കം അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ ഉറക്കമില്ലാത്ത ആളുകളുടെ ആ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കമില്ലാത്തൊരവസ്ഥ. ഉറക്കമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉറക്കമില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ കൊന്ത എത്തിക്കും 3 മണിക്കോ 2 മണിക്കൊക്കെ എനിക്ക് ഞാൻ കൊന്തെത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു. തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൽ പുരട്ടുക എന്നിങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൻ്റെ മിണ്ടയിൽ പുരട്ടി അങ്ങനെ ഉറങ്ങിയപ്പോൾ സുഖമായിട്ട് എനിക്ക് ഉറക്കം കിട്ടി. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല, ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഓരോ വ്യക്തികളുടെയും വേദന എനിക്ക് മനസ്സിലാക്കി തരികയാണ്. ശ്വാസമുട്ടുള്ളവരുടെ ശ്വാസതടസ്സം, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരുടെ വേദന, ഉറക്കമില്ലാത്തവരുടെ വേദന, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വേദനയെക്കുറിച്ച് മാതാവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ സാമ്പത്തിക തകർച്ചകളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. എല്ലാവർക്കും ഓരോരുത്തരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഇത് തരുന്നത്. ഇത് വിചാരിച്ച് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെയിലും നല്ലോണം കുറവുകളുണ്ട്, ഞങ്ങളിൽ നല്ല കുറവുകളുണ്ട്. പക്ഷെ അതെല്ലാം മാതാവ് അത് നികത്തി ഇങ്ങനെ ഞങ്ങളെ എങ്ങനെ ഉരുക്കി എടുക്കുകയാണ്. നല്ല മക്കളായി ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മക്കളായി സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ 2 പേരെയും ഒരുക്കിയെടുക്കുന്നതിനോർത്തേക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ശ്വാസതടസ്സവും ഗ്യാസിൻ്റെ പ്രോബ്ലവും അതുപോലെ ഉറക്കക്കുറവൊക്കെ മാറിക്കിട്ടി. അപ്പോൾ HB കുറവായാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. HB കുറവായാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ HB എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നും കൂടിയുള്ളൊരു മെസ്സേജ് മാതാവ് എന്നോട് നിങ്ങളൊക്കെ എല്ലാവരോടും പാസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് എനിക്ക് വയ്യാതെ, ഇപ്പോൾ ഏകദേശം ഒരു ഏജ് 50ൻ്റെ അടുത്ത് എത്തിയാണ് ഞങ്ങൾ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ തൈലവും ഉപ്പൊക്കെ ഇട്ട് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. മാതാവ് എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചു. പിന്നെ മറ്റൊരു ഒന്ന് പറയാനുള്ളത്, ഒരു ദിവസം ഓണത്തിന് ശേഷം മാതാവ് എപ്പോഴും ഒക്ടോബർ 20 എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു തീയതി തരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇത് എന്താണ് ഈ ഒക്ടോബർ 20? അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ മോനെ സൗഖ്യം തരാനായിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മൂത്ത മകന് നട്ടെല്ലിന് വളവാണ്. അപ്പോൾ അവൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ അവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന്. പക്ഷേ അവൻ വന്നിട്ടില്ല. പക്ഷേ അവൻ്റെ സാക്ഷ്യം കിട്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ്റെ നട്ടെല്ല് നിവരാന്ന് പറഞ്ഞാൽ അവന് ഓപ്പറേഷൻ തന്നെ 20 ലക്ഷം വേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാതെ മാതാവ് മാറ്റി തരണേന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ മാതാവ് പറയുന്നത്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആദ്യം നമ്മൾ സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യും. നമുക്ക് ആ അസ്വസ്ഥത നമുക്ക് വീണ്ടും വരും. അപ്പോൾ അത് ആ സ്വസ്ഥത വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടിയ സാക്ഷി ഇവിടെ വെളിപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി. അങ്ങനെ ആ ഒക്ടോബർ 20 എന്നുള്ള ഡേറ്റ് എനിക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേദിവസം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1 തൊട്ട് 100 വരെ മാതാവേ, നാളത്തെ ദിവസം ഒക്ടോബർ 20 നാളെയാണല്ലോ, എന്താണോ ഇത്ര വലിയ അസ്വസ്ഥത എന്ന് വിചാരിച്ച് ഞാൻ ഒരു 100 വരയ്ക്ക് മാതാവ് എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് 2 മണിക്ക് ആയിട്ടുണ്ടാവും കിടന്നുറങ്ങിയപ്പോൾ, 2-2:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ 20 ഞാൻ സ്കൂട്ടറിൽ നിന്ന് റോട്ടിലേക്ക് തെറിച്ചു വീണത്. പക്ഷെ ഒരു പോറലോ ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ വലിയ ആപത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ കുറേയധികം സാക്ഷ്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ഇനിയുണ്ട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ വരാനായിട്ടും ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരാനായിട്ട് സാധിച്ചു. ഹസ്ബൻഡും ഒക്കെ വളരെ ക്ഷമയോടുകൂടി എന്നെ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞത് കേട്ടു. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു, മാതാവ് ആഗ്രഹം സാധിച്ചു തന്നു. ഭർത്താവും മക്കളൊക്കെ കൂടി ഇവിടെ കൃപാസനത്തിൽ വരാനായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആത്മീയമായ വളർച്ച ഉണ്ടായി. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും മാതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി
പറയാനുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വയസ്സായവരെ ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. പിന്നെ വഴിയിലൊക്കെ ഭിക്ഷയാചിരിക്കുന്നവർക്കൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അഥവാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ 2-3 ചെറുപ്പം കുട്ടികൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആയല്ലോ ചേച്ചിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഒരു കൃപ കിട്ടുകയുള്ളൂ. അതിനൊക്കെയുള്ള ഒരു ശക്തിയും ആത്മീയമായൊരു ഉണർവ് പ്രത്യേകം കിട്ടും. ഞാനും ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ദൈവമേ എന്നാൽ ഇവിടെ കയറി സാക്ഷ്യം പറയാൻ പറ്റുക എന്ന് ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം വന്നു സാക്ഷ്യം പറയാനായിട്ട്. അപ്പോഴൊക്കെ തിരിച്ചു പോയി. ഒന്നും കൂടി ആത്മീയമായിട്ട് ഉണർവ് വരട്ടെ, ഒന്നും കൂടി സാക്ഷ്യങ്ങളൊക്കെ വരട്ടെ, അങ്ങനെ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വിട്ടു. പക്ഷേ ഇന്നാണ് അതിനൊരു യോഗം വന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം സാക്ഷ്യം പറയാൻ ഇതുപോലെ ഒരു സമയം മാതാവ് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ആ സമയത്തിലേക്ക് എത്തണം. മാങ്ങ പഴുത്താലാണ് മാങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ഉരുക്കി വാർത്ത് നമ്മൾ ആത്മീയമായ ആ ചൈതന്യത്തിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഒരുക്കും. അതിനു വേണ്ടി മാതാവ് നമ്മളെ പാകപ്പെടുത്തുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കായിട്ട് നമുക്കിവിടെ ആത്മീയ ചൈതന്യത്തിൽ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിലും കൂടുതൽ എനിക്ക് പറയാനുണ്ട്. സമയം ചുരുക്കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ കുർബാനയ്ക്ക് ഡെയിലി പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡെയിലി പോകാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാറില്ലെങ്കിലും ഒരുവിധം ഞാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പോകാറുണ്ട്. കുമ്പസാരം, അതുപോലെ തന്നെ ബൈബിൾ വായന, കൊന്ത ചൊല്ല്, ബൈബിള്, അതുപോലെ തന്നെ ഒരു ദിവസം മാതാവ് എനിക്ക് മെസ്സേജ് തന്നു. എല്ലാ ദിവസവും സ്റ്റാറ്റസിൽ ഒരു ബൈബിൾ വചനം സ്റ്റാറ്റസ് ഇടാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബൈബിൾ ബോക്സിൽ നിന്ന് ഒരു ബൈബിൾ വചനം എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇടും. അതിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇതിങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന മെസ്സേജാണ് അങ്ങനെ ഒരു വചനം സെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ സെൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊക്കെ അത് റീഡ് ചെയ്യാറുണ്ട്. ഭയങ്കര അധികം ഞങ്ങൾക്ക് ആത്മീയമായൊരു അനുഭൂതി കിട്ടാറുണ്ട് കേട്ടോ ടീച്ചറെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വളരെയധികം മാതാവ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൃപാസന പ്രസാദ് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ സിസ്റ്റേഴ്സും അച്ഛനും ജോസഫ് അച്ഛനും എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹവും എല്ലാവർക്കും സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ. ഇതിലും വലിയ സാക്ഷിയായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. കൃപാസന അമ്മ സ്വർഗത്തിൽ നിന്നും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയും അമ്മയും എന്നെ അനുവദിച്ചതിനെ ഓർത്ത് കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 സ്വസ്ത്രം നന്ദി മഹത്വം. ഞാൻ ഇവിടെ ഈ ഉടമ്പടിയുടെ കാര്യമൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഫസ്റ്റ് യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ ജോസഫച്ചൻ്റെ ടോക്കുകൾ ഞാനിങ്ങനെ കേൾക്കും. അതെനിക്ക് ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നി. ഞാൻ രാത്രിയിൽ ചിലപ്പോൾ 2 മണി 2:30 വരെയൊക്കെ ചിലപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത് കൊണ്ട് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഉടമ്പടി എന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ലിജി ടീച്ചർ, ആ ടീച്ചർ വഴിയാണ് ഇങ്ങനെ ഈ ഉടമ്പടിയുടെ കാര്യം അറിയുന്നത്. അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് ഞാനും ടീച്ചറും കൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്ന ഈ പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു 12/11/2022. ഉടമ്പടിയിലെ ഫസ്റ്റത്തെ നിയോഗം അത് സാധ്യമാക്കിക്കൊണ്ട് എന്നെ ഇവിടെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവം വരുത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം കാണപ്പെടാത്തത് ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും അതാണല്ലോ വിശ്വാസം. എനിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇവിടെ ഞാനിങ്ങനെ ഫസ്റ്റത്തെ നിയോഗം വിശ്വാസം രക്ഷപ്രാപിക്കണമെന്നുള്ളൊരു നിയോഗവുമായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആദ്യം മടിച്ചതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം വിട്ടു കൊടുക്കുന്നില്ല ആർക്കും. ഇവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നീ അപ്പുറത്ത് പോയി മണ്ണ് അതെടുത്ത് കൊണ്ടുപോവാം. അങ്ങനെ അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്
ഹസ്ബൻഡും കൂടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് അപ്പോൾ ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് വേഗം അച്ഛനെ കാണണം, പ്രാർത്ഥിക്കണം, ഇതാണ് എൻ്റെ തിരക്ക്. അപ്പോൾ ഉടമ്പടി എടുത്ത് വരുമ്പോഴേക്കും 90 ദിവസം ആവണ്ടേ, അപ്പം അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു ഹസ്ബൻഡിനെയും കൂട്ടി വരാനായിട്ട് ആ ഓഫീസിലുള്ള ബ്രദർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ആഴ്ച ഈ മണ്ണ് കൊണ്ട് ഇട്ടപ്പോൾ പിറ്റേ ആഴ്ച തന്നെ ഹസ്ബൻഡ് ലീവ് എടുത്ത് വരികയും ഇവിടെ ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡൊക്കെ വളരെ നല്ല ഒരു മനുഷ്യനാണ്, നന്നായിട്ട് സ്നേഹമുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അവരെ വരുത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചത്. പിന്നെ ഈ ഉടമ്പടി ഉപ്പ് അത് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൾക്ക് BBAക്ക് നല്ല മാർക്ക് കിട്ടി. ഞാൻ വിശ്വാസത്തിനെ കുറിച്ച് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എനിക്ക് നല്ല നല്ല വചനങ്ങളാണ് നൽകുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:20 അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ആ ഒരു വചനം എനിക്ക് പകർന്നു തന്നു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വർഗസ്ഥനായി ചൊല്ലിയിട്ട് വേണം സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ എന്നാണ് കരുതിയിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ ട്വിൻസാണെന്ന്. അപ്പോൾ ഞാൻ വരുമ്പോൾ നമ്മളിങ്ങനെ കല്യാണച്ചക്കനും പെണ്ണും കയറുമല്ലോ, ആ സ്റ്റെപ്പ് കയറുന്ന നേരത്ത് സ്വർഗസ്നായി നന്മ നിറഞ്ഞ് പറയാൻ വേണ്ടി എൻ്റെ നാവ് ഉയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നതിൽ മൂത്ത മോനെ ദൈവം വിളിച്ചു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പക്ഷെ അവൻ ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഒരു സൗമ്യ എന്ന് പറഞ്ഞ വ്യക്തി സാക്ഷ്യം പറയുകയുണ്ടായി. മകള് മരിച്ചു പോയിട്ട്, അത് മാതാവിൻ്റെ മടിയിൽ മകളുള്ളത്, അതുപോലെ തന്നെ എനിക്കും അമ്മയുടെ മടിയിലാണ് എൻ്റെ മകൻ എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈ ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ശക്തി എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ശക്തിയിൽ നിന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു, എനിക്ക് ആനന്ദം വന്നു. ശരിക്കും എൻ്റെ ഉള്ളിൽ ആനന്ദം വന്നു. മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ നിരന്തരം എന്നും 5:30 പ്രയറിൽ ജോസഫച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥിക്കും, അത് പുരട്ടി പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ വളരെ വലിയ ശക്തിയാണ്. ഒരു ദിവസം എൻ്റെ സിസ്റ്റർ ജീന പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല മണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് എനിക്കത് അനുഭവപ്പെടാഞ്ഞത്? അപ്പോൾ മാതാവ് പറഞ്ഞു, നീയും ഇതുപോലെ വചനം ഇടൂ, സ്റ്റാറ്റസ് ഇടൂ, അപ്പോൾ എനിക്കും സ്വർഗീയ അനുഭൂതി ഉണ്ടാകും. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്, മാതാവിൻ്റെ സാന്നിധ്യം നിനക്കും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി. സ്റ്റാറ്റസിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലെ നല്ല പോലെ വചനങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നു. ഇതൊന്നും ഞങ്ങളുടെ ഒരു കഴിവുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിന് ഞങ്ങളിലൂടെ വലിയ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതിലേക്കാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഞാനിവിടെ നിങ്ങളെപ്പോലെ ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഞാനിരിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് ശരിക്കും കോൺസെൻട്രേഷനിൽ കേൾക്കില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ നിയോഗം വേഗം സാധിക്കണം. ആ ഒരു ശ്രദ്ധയിൽ ഈശോയുടെയും മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എൻ്റെ നിയോഗങ്ങൾ പറയുകയിലായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പം ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സാക്ഷ്യം ശരിക്ക് ഉണർവോടിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുകയും സാധിപ്പിച്ചു തരികയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. ആ ദർശനത്തിന് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവ് അതിന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം മാതാവിൻ്റെ കൊന്തമാസം ശരിക്കും പെട്രോൾ ഇത് കരിഞ്ഞു പോകേണ്ടതായിരുന്നു. അത് സാക്ഷിയോട് പറയാൻ എന്നുള്ള പോലെ പറഞ്ഞത്. പക്ഷേ എനിക്ക് അമ്മ എന്നെ രക്ഷിച്ചതാണ്. കത്തിക്കരിഞ്ഞു പോകേണ്ടതായിരുന്നു. ഞാൻ കൊന്ത ചൊല്ലി മാതാവിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പിൽ ചോറ് വയ്ക്കാനായി തീപൂട്ടിയ കാര്യം മറന്നുപോയി. പെട്ടെന്ന് എൻ്റെ വായിൽ തന്നെ അങ്ങനെ പറയുകയാണ്, വയറ് നിറയെ പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് ഞാൻ വയറാ, അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ തീ പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ അതിലേക്ക് ചെറിയൊരു കൊള്ളി കത്തിച്ചിട്ടതും എൻ്റെ കയ്യിലെ കുപ്പിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു, അതിലേക്ക് തീ ആഞ്ഞു കയറി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ആ കുപ്പി താഴെ വീണെന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ല. പക്ഷേ അമ്മ ആ പെട്രോളിൻ്റെ ഉള്ളിലേക്ക് തീ കടന്നു പോയിട്ട് പോലും എനിക്ക് ഒരു തരി പോലും എന്നെ പൊള്ളൽ ഏൽപ്പിച്ചില്ല. അത് എത്രയും വേഗം
പുറത്തേക്കിടാനായിട്ടുള്ള പ്രചോദനം നൽകുകയും ഞാനത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ 2 വീലറിൽ നിന്ന് എത്ര പ്രാവശ്യം അപകടപ്പെടേണ്ടതായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മയും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചതാണ്. ഇപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വലിയ സാക്ഷ്യവുമായി വരുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടും ഇതുവരെ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ സ്വസ്ത്രം, ദൈവമേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്വസ്ത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് സ്തുതി, നന്ദി, മഹത്വം. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അധരങ്ങൾ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. സങ്കീർത്തനം 16:7. ദൈവമാണ് നമുക്ക് മാർഗനിർദ്ദേശനം നൽകുന്നത്. ജീവിതത്തിലെ രാത്രികളിൽ, നിശബ്ദമായ സമയങ്ങളിൽ, ആശങ്കകളും ഉത്കണ്ഠകളും നിറയുന്ന സമയങ്ങളിലും ദൈവത്തിൻ്റെ ഒരനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ഒരു സാമീപ്യം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ്. ജെയിൻ ഡേവിസും മീന വർഗീസും നമ്മളോട് ഷെയർ ചെയ്ത ഈ വലിയൊരു സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈശോയുടെയും അമ്മയുടെയും ആഴത്തിലുള്ള ഒരു സ്നേഹവും സംരക്ഷണവുമാണ്. ഈ മക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ്, പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൾക്ക് നല്ലൊരു രോഗശാന്തി ലഭിച്ചത്. ശ്വാസതടസ്സത്തിൽ നിന്നും പിന്നെ ഉറക്കമില്ലായ്മയിൽ നിന്നും എല്ലാം ഒരു ശാരീരികമായിട്ടുള്ള ഒരു വലിയ ഒരു സൗഖ്യമാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കൊടുത്തത്. പിന്നെ ഈ മക്കൾ പറഞ്ഞത്, കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്, പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ മണ്ണ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും ഈശോയിലേക്കും അമ്മയിലേക്കും വരാൻ ഒരാഗ്രഹം തോന്നുകയും അവരെ ഇങ്ങോട്ട് നയിക്കുകയും ചെയ്തത്. എല്ലാ പ്രാർത്ഥനകളും, നമ്മൾ ചെയ്യുന്ന ഓരോ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് തരുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കൾക്ക് ലഭിക്കുന്നത്. മീന വർഗീസ് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മകൻ നഷ്ടപ്പെട്ട ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇവിടെയുള്ള ഒരു യൂട്യൂബ് കേട്ടപ്പോൾ മകൻ ഉറങ്ങുവാന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരികയും ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്തപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിലും ഒരു പുത്തൻ വിശ്വാസം, പുത്തൻ വഴി, ഒരു പുത്തൻ ജീവിത രീതി തന്നെ ഈ മകളുടെ ജീവിതത്തിൽ വന്നത്. പിന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സാന്നിധ്യവും മനസ്സിലാക്കാനായിട്ടുള്ള സുഗന്ധാഭിഷേകം ഇവർക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കും വിശ്വസിക്കാം, നമ്മുടെ ദൈവം, നമ്മുടെ അമ്മ നമുക്കും വഴി കാട്ടി നമ്മുടെ മുൻപേ പോകുന്നുണ്ട്. ഓരോ നിമിഷവും ഓരോ സമയവും നമ്മൾ ഓരോ പ്രാവശ്യം അമ്മയുടെ അടുത്ത് വരുമ്പോഴും അമ്മ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേട്ട് എടുത്ത് പരിശുദ്ധ കുമാരൻ്റെ അരികിലേക്ക്, മകൻ്റെ അരികിലേക്ക് എല്ലാം കൊടുക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ ഉപദേശം കേട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ ഒറ്റപ്പെട്ട സമയങ്ങളിലും നേരായ വഴിയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും, ഈശോയുടെയും അമ്മയുടെയും കൂടെ. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ കർത്താവിനെ വാഴ്ത്തി രാത്രിയിലും നമ്മുടെ അന്തരംഗങ്ങളിൽ ഈശോയുടെ ശബ്ദവും അമ്മയുടെ സംരക്ഷണവും നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീന ഡേവിസിനും മീന വർഗീസിൻ്റെയും കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈശോയുടെയും അമ്മയും കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ